പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്കോളജിക്ക് ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കിയിരുന്നത്. പിന്നെ സൈക്കോളജിയുടെ കുറച്ച് വിശേഷണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മനഃശാസ്ത്രജ്ഞന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുടെ കുറച്ച് ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സൈക്കോളജിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നും. പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നും. പ്യുവർ സൈക്കോളജി എന്ന് വെച്ചാൽ കേവല മനഃശാസ്ത്രം. അപ്ലൈഡ് സൈക്കോളജി എന്ന് വെച്ചാൽ പ്രയുക്ത മനഃശാസ്ത്രം. ഇതിൽ കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നത് തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ബ്രാഞ്ചാണ് കേവല മനഃശാസ്ത്രം. അടുത്ത് പ്രയുക്ത മനഃശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള പ്രായോഗിക തലത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. അപ്പോൾ സൈക്കോളജിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്യുവർ സൈക്കോളജി അഥവാ കേവല മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി അഥവാ പ്രയുക്ത മനഃശാസ്ത്രം. ഇതിൽ കേവല മനഃശാസ്ത്രം എന്ന് വെച്ചാൽ തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള മനഃശാസ്ത്രമാണ് കേവല മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്രം എന്ന് വെച്ചാൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള പ്രായോഗിക തലത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ്. ഇതിൽ കേവല മനഃശാസ്ത്രത്തിൻ്റെ കീഴിൽ വരുന്നതാണ് സാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം, പാരാമനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം. കേവല മനഃശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ് സാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം, പാരാമനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം. അടുത്തതായി പ്രയുക്ത മനഃശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അടുത്തതായി പ്രയുക്ത മനഃശാസ്ത്രത്തിന് കീഴിൽ വരുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നൈദാനിക മനഃശാസ്ത്രം അഥവാ ക്ലിനിക്കൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, സൈനിക മനഃശാസ്ത്രം, വ്യവസായ മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നൈദാനിക മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി, സൈനിക മനഃശാസ്ത്രം, വ്യവസായ മനഃശാസ്ത്രം. ഇതിൽ നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഓരോ ബ്രാഞ്ചസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഇതിൽ പേര് പോലെ തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അധ്യാപനം, പഠനം, പഠിതാവ്, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, പഠന രീതി, പഠന വിഷയം, ഇവാലുവേഷൻ, ഇതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ നമ്മുടെ കുറച്ച് മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷണം നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് എന്ന് വിശ്വസിച്ചിരുന്നത് ഡേവിഡ് ഓസുബലാണ്. ഡേവിഡ് ഓസുബൽ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് എന്ന് വിശ്വസിച്ചിരുന്നത് ഡേവിഡ് ഓസുബലാണ്. അടുത്തതായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ ശാഖയാണ് എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നറാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നറാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമുക്ക് ബോധം ഉണ്ടാവില്ല. അതൊന്ന് വിഷ്വൽ ചെയ്യാം. ഓക്കെ, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ബോധം ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ കയ്യിലോ കാലിലോ ആരെങ്കിലും വന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോധം വരും. ഓക്കെ, സ്കിന്നിൽ കയ്യിലും കാലിലും ടച്ച് ചെയ്യുമ്പോൾ സ്കിന്നിലല്ലേ ടച്ച് ചെയ്യുന്നത്. കയ്യിലോ കാലിലോ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നൊന്ന് സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോധം വരും. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നറാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് ബോധം ഉണ്ടാവില്ല. ആരെങ്കിലും വന്ന് നമ്മൾ കയ്യിലോ കാലിലോ ഉള്ള സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോധം വരും. ഓക്കെ, അപ്പോൾ സ്കിന്നറാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അടുത്തതായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് E.A. പീലാണ്. E.A. പീൽ. ഓക്കെ, വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് E.A. പീൽ.
ഇതും ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രം, അത് തമ്മിലുള്ളൊരു ബന്ധമില്ലേ? അതിന് വേറെ അപ്പീലൊന്നുമില്ല അല്ലേ? അതിന് വേറെ അപ്പീലൊന്നുമില്ല. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് EA പീലാണ്. EA പീൽ. ഓക്കെ, അതിന് വേറെ അപ്പീലൊന്നും ഇല്ല. EA പീൽ. ഓക്കെ. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ. ഓക്കെ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ക്രോ ആണ്. ഇത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഇതിൽ ജനനം മുതൽ വാർദ്ധക്യം വരെ ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ക്രോ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കാക്കയെ കാണിച്ചായിരിക്കും ചോറൊക്കെ കൊടുക്കുന്നത് അല്ലേ? കാക്ക ദേ വരുന്നു, ദോ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കയെ ചൂണ്ടി കാണിച്ചിട്ടായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വാർദ്ധക്യം വന്നിട്ട് നമ്മൾ മരണപ്പെടുമ്പോൾ അവസാനം കാക്കയ്ക്കാണ് നമ്മൾ ചോറ് വെച്ച് കൊടുക്കുന്നത് അല്ലേ? അവസാനം നമ്മൾ കാക്കയ്ക്കാണ് ചോറ് വെച്ച് കൊടുക്കുന്നത്. വാർദ്ധക്യം കഴിഞ്ഞ് നമ്മൾ വാർദ്ധക്യം വന്ന് മരിച്ച് പോയ ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ കാക്ക, ക്രോ. ഓക്കെ, ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ച് കുറച്ചൊന്ന് വലുതാകുമ്പോഴത്തേനും നമുക്ക് കാക്കയെ കാണിച്ച് ആഹാരം തരാറുണ്ട്, ചോറ് തരാറുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യം വന്ന് നമ്മൾ മരണപ്പെടുമ്പോൾ അവസാനം നമുക്ക് ചോറ് കൊടുക്കാറുണ്ട്, കാക്കയ്ക്ക് ചോറ് കൊടുക്കാറുണ്ട് കാക്കയ്ക്ക്. അപ്പോൾ ക്രോ. അടുത്തതായി നൈദാനിക മനഃശാസ്ത്രം അഥവാ ക്ലിനിക്കൽ സൈക്കോളജി. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു രോഗിയെ എടുത്തിട്ട് ഒരു പേഷ്യൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും. രോഗിയുടെ ബിഹേവിയറും എല്ലാം ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യും. നല്ലപോലെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തും. അതാണ് നൈദാനിക മനഃശാസ്ത്രം. ഒരു രോഗിയുടെ പ്രത്യേക പെരുമാറ്റങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തി പഠിക്കുന്നു, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അടുത്തതായി ക്രിമിനൽ സൈക്കോളജി. ഇതും നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കോളജിയാണ് ക്രിമിനൽ സൈക്കോളജി. കുറ്റവാളികളുടെ സ്വഭാവ നിരീക്ഷണം, അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള അപഗ്രഥനം നടത്തുക. ഇതാണ് ക്രിമിനൽ സൈക്കോളജി. ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റവാളികളുടെ സ്വഭാവ നിരീക്ഷണം നടത്തിയിട്ട് അവരുടെ മാനസികാവസ്ഥകളെക്കുറിച്ച് അപഗ്രഥനം നടത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, നൈദാനിക മനഃശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, ക്രിമിനൽ സൈക്കോളജിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് കുറച്ച് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വിശേഷണങ്ങളും അത് പറഞ്ഞിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ KTETന് LPUPക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.